ഇത് ഇറാൻ അമേരിക്ക സംഘർഷം അതിരൂക്ഷമായിട്ട് പോവുകയാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഗൾഫ് മേഖല അത് വല്ലാതെ ബാധിക്കും എന്നുള്ളത്. ഇപ്പോൾ കുവൈറ്റിലെ വൈദ്യുത മേഖലയ്ക്കും അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ള സംഭരണമായിട്ടുള്ള ആ ഒരു മേഖലയിലും കൂടി ആക്രമണം നടന്നിരിക്കുകയാണ്. ഇതോടെ അവിടെ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരിക്കുകയാണ്. കുടിവെള്ളം സമ്പുഷ്ടീകരിക്കുന്ന നഷ്ടപ്പെടുന്നത് കൊണ്ട് ശുദ്ധീകരിക്കുന്നത് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഈ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നു. ആളുകൾ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. ഇതിനിടയിൽ തന്നെ അടിക്ക് തിരിച്ചടി, അതായത് ഇറാൻ എത്ര പ്രഹരം ഏൽക്കുന്നോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ്. ഇറാഖിലും സിറിയയിലും ആക്രമണം നടക്കുന്നു. അതായത് രണ്ട് രാജ്യങ്ങളിൽ ഈ ഒരു യുദ്ധം ഒതുങ്ങുന്നില്ല, മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ്. ഇത് ഇറാൻ പണ്ടേ പറഞ്ഞതാണ് രേഷ്മ, ഓർമ്മയില്ലേ? ഈ യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇറാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണ്, അത് ഞങ്ങളെ വെറുതെ ആക്രമിക്കാൻ വരരുത്, ഞങ്ങളുടെ പരമാധികാരം ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടാതെ നിങ്ങൾ മാറി നിന്നാൽ ഈ ലോകത്തിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഹോർമൂസ് അടയ്ക്കും, ഇതൊരു മേഖലാ യുദ്ധമായി മാറ്റും, ഞങ്ങളെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കുന്നോ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും. അതോടൊപ്പം മറ്റു പല മുന്നറിയിപ്പുകളും ഇറാൻ അന്ന് നൽകിയിരുന്നു. ഫെബ്രുവരി 28-ന് ട്രംപും നെതന്യാഹുവും ചേർന്ന് മറ്റാരോടും ആലോചിക്കാതെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഭീഷണി മാത്രമായിരിക്കും എന്നവർ കരുതിയിട്ടുണ്ടാകും. ആ ധാരണ തെറ്റിയെന്ന് അധികം വൈകാതെ അവർക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ ആ യുദ്ധത്തിൽ അവർ കുടുങ്ങിപ്പോയി. ഇതാണ് യുദ്ധത്തിന്റെ ഒരു പിക്ചർ. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഹോർമൂസ് എത്രയും വേഗം തുറക്കുക എന്ന സമ്മർദ്ദം. ആ രീതിയിൽ വലിയ സമ്മർദ്ദം ലോകരാജ്യങ്ങൾ ട്രംപിന് മേൽ നൽകുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് പോലും വലിയ സമ്മർദ്ദം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഹോർമൂസ് അല്ലാതെ ബാബൽ മന്ദബ് കടലിടുക്ക് എന്ന് പറയുന്ന സൂയസ് കനാലിനോട് ചേർന്ന് കിടക്കുന്ന ആ കടലിടുക്കും ഇറാൻ വിചാരിച്ചാൽ അടയ്ക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തി അത് അടച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 2 കപ്പൽപാതകളും പൂർണ്ണമായി അടഞ്ഞു കിടന്നാൽ അത് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. ലോകം മുഴുവൻ പട്ടിണിയിലേക്ക് പോകുമെന്നാണ് ഇറാൻ പറഞ്ഞത്. ലോകത്തെ മുഴുവൻ ഞങ്ങൾ പട്ടിണിയിലാക്കും, ഞങ്ങളെ നിങ്ങൾ പട്ടിണിയിലാക്കിയാൽ ലോകത്തെ മുഴുവൻ ഞങ്ങളും പട്ടിണിയിലാക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരമൊരു നീക്കമാണ് ഇറാന്റേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനെ തകർക്കുക എന്നുള്ളതാണ് ട്രംപ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മാക്സിമം ഇറാന് സമ്മർദ്ദം കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾ, അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകൾ, വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ, റോഡുകൾ തുടങ്ങിയവയൊക്കെ ആക്രമിക്കുന്നത്. അതൊരിക്കലും ഈ പറയുന്ന ഇറാന്റെ ശേഷി തകർക്കുക, ആയുധശേഷി തകർക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് വലിയ സമ്മർദ്ദം ഇറാന് കൊടുക്കുക. അപ്പൊ അവിടുത്തെ ജനങ്ങൾ വല്ലാതെ പ്രകോപിതരാകുമായിരിക്കും, ഭയപ്പെടുമായിരിക്കും, അവര് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുമായിരിക്കും. ഒരു പക്ഷേ അതൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോലും പോകുമായിരിക്കും. ഭരണകൂടത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെടുന്നത് എന്ന നെറേറ്റീവ് അവിടെ വരുമായിരിക്കും. ഇതൊക്കെയാണ് ട്രംപിന്റെ ചിന്ത. പക്ഷേ ഇറാനികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാനിയൻ ജനത എന്ന് പറയുന്നത് ട്രംപിന്റെ ചോരയിൽ വന്നതല്ലാത്തത് കൊണ്ട് ഈ പറയുന്നത് പോലെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ. രക്തസാക്ഷിത്വം അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഒരു ജനതയോടാണ് ഇപ്പം നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങിന് നേരെ പോലും വലിയ ബോംബിംഗ് ഉണ്ടാകുമെന്ന ഭീഷണി നിലനിൽക്കുമ്പോൾ 2 കോടി ജനങ്ങളാണ് പല ഘട്ടങ്ങളിലായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തത്. അതായത് 9 കോടി ജനസംഖ്യയുള്ള ആ രാജ്യത്ത്, പരമാവധി 9 കോടി ജനസംഖ്യയുള്ള ആ രാജ്യത്ത് ഏതാണ്ട് 2 കോടി സാധാരണ ജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുക, ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതായത് ഏതാണ്ട് 25%, 4/1 ജനങ്ങൾ ആക്റ്റീവായിട്ട് ആ പരിപാടിയിൽ മരണം പോലും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് ഞങ്ങൾ നിങ്ങളെ തകർത്ത് കളയും, കുടിവെള്ളം മുട്ടിക്കുമെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ട്രംപ് നടത്തുന്ന വെല്ലുവിളികൾ, വിലപേശലുകൾ, അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളയും, തീർത്ത് കളയും, ഇതൊന്നും ഒരിക്കലും വിലപ്പോകാനുള്ള സാധ്യതയില്ല. അതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ കാരണം. അപ്പോൾ ഈ ഇറാൻ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നു, ശക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ
ഇറാന് നേരെ അമേരിക്ക എന്തുകൊണ്ട് ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാരണമാണിത്. കാരണം ഇറാൻ ജനത ഭയക്കുന്നില്ല, അവരെ ഒരു തരത്തിലും കീഴടക്കാൻ കഴിയുന്നില്ല. അതുണ്ടാക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കരമാണ്. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രധാനമായും ട്രംപിന്റെ ഈഗോ ആണ്. ഈഗോയും ഭയവുമാണ് കേട്ടോ. ട്രംപിനെ വധിക്കും എന്നൊരു ഹിറ്റ് ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അത് ട്രംപിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് നമ്മളോട് പറഞ്ഞാൽ അയാൾ ഇല്ലാതാകുന്നത് വരെ, അല്ലെങ്കിൽ ആ ഭീഷണി ഒഴിവാകുന്നത് വരെ, നമ്മൾ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടാവും. ഇവിടെ ഭയക്കാൻ കാരണങ്ങൾ കുറെ കൂടിയുണ്ട്. കാരണം ഇറാനെ പരിപൂർണമായി തീർക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഉയർത്തിവിടുന്ന ഭീഷണി വളരെ ശക്തമാണ്. ഇറാനെ എങ്ങനെയൊക്കെ ആക്രമിക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നുണ്ടോ അത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ പരിപൂർണമായിട്ട് ഇറാന്റെ ആയുധശേഷി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇറാൻ ആക്റ്റീവാണ്, ഇറാന്റെ വെപ്പൺസ് ആക്റ്റീവാണ്, ഇറാന്റെ മിലിറ്റൻസ് ആക്റ്റീവാണ്. അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുകയും അമേരിക്കയുടെ സകല ആക്രമണങ്ങൾക്കെതിരെ നീങ്ങുകയും ഗൾഫ് രാജ്യങ്ങളിലേക്കും അവിടുത്തെ അമേരിക്കൻ താവളങ്ങളിലേക്കുമൊക്കെ നിരന്തരമായി അറ്റാക്ക് നടത്തുകയും അടിക്ക് തിരിച്ചടി എന്ന മെത്തേഡ് ഇപ്പോഴും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഇറാൻ തന്നെ കൊല്ലില്ല എന്ന് തീർത്തു പറയാൻ ട്രംപിന് ഇപ്പോഴും ധൈര്യം ഉണ്ടാവില്ല. അതും ഈ ആക്രമണങ്ങൾ തീവ്രമാക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. അതായത് മരണഭീതി വന്നു, എത്രയും പെട്ടെന്ന് കൊല്ലാൻ നടക്കുന്നവനെ ഇല്ലാതാക്കാതെ ഇനി എനിക്കൊരു സമാധാനമില്ല എന്നായിരിക്കും ട്രംപ് ചിന്തിക്കുന്നുണ്ടാവുക. അതാണ് ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ ഇറാന് നേരെ അഴിച്ചുവിടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അതേ രീതിയിൽ റിട്ടാലിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 7 ദിവസം ആവുകയാണ് ഈ ഒരു കനത്ത ആക്രമണം തുടങ്ങിയിട്ട്. അത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ന് ഈ മുജ്തബ ഖമേനിയുടെ ഏറ്റവും അടുത്ത ഒരു മുതിർന്ന കമാൻഡർ ഒരു ഭീഷണി നടത്തി. അതിൽ പറയുന്നത് 2 ദിവസത്തെ സമയമാണ് ട്രംപിന് തരുന്നത്. വലിയ ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ഈ അന്ത്യശാസനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസത്തെ സമയം കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നീട് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രഹരം ഏറ്റവും വലുതായിരിക്കും, ഞങ്ങളുടെ പക്കൽ ഇനിയും എടുക്കാത്ത ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഈ പറയുന്ന സമയത്ത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിറിയയിലും ഇറാഖിലും ആക്രമണം നടത്തുന്നത്. അപ്പം നേരിട്ട് അമേരിക്കയിലൊരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങളിൽ, ഇന്ന് രാവിലത്തെ വാർത്ത വന്നത് 6 രാജ്യങ്ങളിൽ ഈ ഇറാന്റെ ആക്രമണം നടന്നു എന്നുള്ളതാണ്. ഇവിടെ ചിന്തിക്കേണ്ടത്, അതായത് ഇറാനിലേക്ക്, ഒരു രാജ്യത്തിലേക്ക് മാത്രം 80 അല്ലെങ്കിൽ 90 ഇടങ്ങളിലായിട്ട് അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇറാൻ നശിച്ചു, ഇറാൻ പൂർണ്ണമായിട്ട് തീർന്നു എന്നുള്ളതാണ്. പക്ഷേ മറുവശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമണം നടത്തുന്നില്ലെങ്കിലും ഈ 6 രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെയാണ്. 6 രാജ്യങ്ങൾ മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 6 രാജ്യങ്ങളിലും ഉള്ളത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ്. ഇത് ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പൊ ജോർദാനിലെ അമേരിക്കയുടെ ഈ പറക്കും ഫ്യൂവൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ആകാശത്ത് വെച്ച് ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തകർത്തു എന്നാണ് ഇറാൻ പറയുന്നത്. ബഹ്റൈനിലേക്ക് നടത്തിയിട്ട് ആക്രമണം കുവൈറ്റിൽ നടത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ ജനവാസ കേന്ദ്രം, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് മിനിഞ്ഞാന്ന് ഇറാൻ പറഞ്ഞതാണ്. ആ വാർത്ത അൽ ജസീറ പുറത്തുവിട്ടിട്ട് മലയാളത്തിൽ നമ്മളാണ് എന്താ വാർത്ത ആദ്യം കൊടുത്തത്. അപ്പൊ അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് അടിക്ക് തിരിച്ചടി എന്ന മൂവ്മെന്റ് തന്നെയാണ്. അതായത് ഇറാന്റെ ഗ്രാമമേഖലകൾ തകർക്കും, ഇറാന്റെ സാധാരണക്കാരെ ആക്രമിക്കും, ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുമെന്ന് ട്രംപ് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണെങ്കിൽ തിരിച്ചൊരു ഷോക്ക് അങ്ങോട്ടും തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ ഇങ്ങോട്ട് വെച്ച പണി തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുന്നത്. ഇത് ഇറാന്റെ സ്ഥിരം പരിപാടിയാണ്. ഇറാന്റെ കപ്പൽ ആക്രമിച്ചാൽ അമേരിക്കയുടെ കപ്പലും ആക്രമിക്കും. ഇറാന്റെ വൈദ്യുതി നിലയം തകർത്താൽ കുവൈറ്റിലെ വൈദ്യുതി നിലയം തകരും. ഇനി ഏതെങ്കിലും തരത്തിൽ ആണവായുധം ഇങ്ങോട്ട് വിട്ടാൽ അങ്ങോട്ട് ഒരെണ്ണം തരും. ഈ ലൈനാണ് ഇറാൻ പിടിക്കുക. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു ആണവായുധ പ്രയോഗം നടത്താൻ എല്ലാവരും ഭയക്കാണ്. കാരണം അതേപോലെ എവിടെ നിന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ളത് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ പറയുന്ന പോലുള്ള രൂക്ഷമായ ആക്രമണങ്ങൾ ഇറാന് നേരെ നടത്തുമ്പോഴും വിജയിക്കാൻ കഴിയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് ഇറാൻ കൂടുതൽ ശക്തമായി കടന്നാക്രമിക്കുകയാണ്. അപ്പൊ രേഷ്മ പറഞ്ഞതുപോലെ മൂടിവെച്ച ആയുധങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കാൻ പോകുന്നതേ ഉള്ളൂ ഇറാൻ. IRGCയുടെ ഈ മിസൈൽ സിറ്റികളിൽ നിന്ന് അടച്ചുവെച്ച ആയുധങ്ങൾ തുറക്കുന്നതേയുള്ളൂ. അത് വലിയ തോതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം ആ മിസൈൽ സിറ്റികളുടെ ദൃശ്യങ്ങളൊക്കെ ഇറാൻ മുമ്പ് പുറത്തു വിട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ദൃശ്യങ്ങൾ ആ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു, ഹോർമൂസ് ആക്രമിക്കുന്നു, ചെങ്കടൽ അടച്ചുപൂട്ടാൻ, അതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ചെങ്കടൽ അടച്ചുപൂട്ടുന്നു. അതുപോലെ ഗൾഫ് മേഖലയിലെ ജനവാസ മേഖലകളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കാൻ പോകുന്നു.
അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? രേഷ്മ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് അടിക്കാൻ പറ്റുന്നത് ഇറാനെ മാത്രമാണ്. ഏറിപ്പോയാൽ ഇറാന്റെ 90 കേന്ദ്രങ്ങൾ 100 കേന്ദ്രങ്ങൾ ദിവസം പോയി ബോംബിടും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ അമേരിക്ക കഴിയുന്നില്ല. ഒരാഴ്ചയായിട്ട് ഒരേ സെറ്റ് ഓഫ് അറ്റാക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറിപ്പോയാൽ ഊർജ്ജ കേന്ദ്രം, പാലം, റോഡ്, ഇതിനപ്പുറം ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇറാന്റെ കരുത്ത് ഭൂമിക്ക് അടിയിലുണ്ട്, അവിടെ തൊടാൻ കഴിയുന്നില്ല. ഇറാന്റെ കരുത്ത് കടലിലുണ്ട്, ഹോർമൂസിലുണ്ട്, അവിടെ തൊടാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. പക്ഷെ ഇറാൻ നോക്കുക, അമേരിക്കയുടെ കരുത്ത് എവിടേക്കുണ്ടോ സകലയിടത്തും കയറി അടിക്കുകയാണ്. ഇറാഖിലെ ഒരു ആയുധ ഡിപ്പോ അങ്ങനെ തന്നെ തകർത്തിട്ടുണ്ട്. ഇറാഖിലെ 4 മേഖലകളിലേക്ക് അറ്റ് എ ടൈം ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖിലേക്ക്, അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക്. അതുപോലെ തന്നെ സിറിയയിലേക്ക് നടത്തുന്നു. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ ഇവിടങ്ങളിലൊക്കെ UAE, സൗദിയിലേക്ക് നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. സൗദിയിലെ എണ്ണപ്പാടങ്ങൾ പോലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് പറയുന്നത് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികളാണ്. അപ്പോൾ അമേരിക്ക ഇറാനെ പ്രകോപിപ്പിച്ചാൽ നഷ്ടം ഇറാന് മാത്രമേ ഉള്ളൂ. അത് ആ ആക്രമണം അല്ലെങ്കിൽ ഇറാനെ പ്രകോപിപ്പിക്കല്ല, ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ എന്നൊരൊറ്റ വട്ടത്തിനുള്ളിൽ ഈ പ്രശ്നം നിൽക്കും. പക്ഷെ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അത് മേഖല മുഴുവൻ കത്തുകയാണ്. ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നു, ഈ പറയുന്ന ചെങ്കടൽ അടയ്ക്കുന്നു, ലോകം മുഴുവൻ ഇത് വ്യാപിക്കുകയാണ്. ആ ഷോക്കാണ് ഇപ്പൊ ട്രംപിനുള്ളത്. ട്രംപിന് ഇറാൻ കൊടുക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ 2 ദിവസത്തിനുള്ളിൽ, നിങ്ങൾ ഒരാഴ്ച, ട്രംപ് ഇങ്ങോട്ട് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കീഴടങ്ങിയില്ലെങ്കിൽ വമ്പം പ്രശ്നമായിരിക്കുന്നതാണ്. ഇറാൻ തിരിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഒരാഴ്ചയൊന്നുമില്ല, 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കി തരാമെന്ന് തിരിച്ചു പറയണം. അപ്പം അവിടെയും ട്രംപിന് ഷോക്ക്, സകലയിടത്തും ട്രംപിന് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന യുദ്ധനീക്കത്തിലേക്കാണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളായിട്ട് തെരഞ്ഞു പിടിച്ച് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും നാൾ, ഇപ്പൊ കുറച്ചു കാലമായിട്ട് കുവൈറ്റിലേക്ക് വലിയ ആക്രമണം ഇല്ലായിരുന്നു. ഖത്തറും ബഹ്റൈനുമായിരുന്നു ടാർഗറ്റ്. ഇപ്പൊ ദാ കുവൈറ്റിലേക്ക് അടിച്ചിരിക്കുന്നു. ഇനി ഇതാ അടുത്ത സൗദിയാണെന്നാണ് പറയുന്നത്. അപ്പം മാറി മാറി അവിടെയും ഇവിടെയും ഏത് നിമിഷവും ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും നടത്താൻ കഴിയും എന്നൊരു വലിയ നീക്കത്തിലേക്കാണ് ഇറാൻ ഇപ്പൊ കടക്കുന്നത്. ഈ ഇറാൻ നശിച്ചു അല്ലെങ്കിൽ ഇറാൻ തീർന്നു എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ഈ 6 രാജ്യങ്ങളിൽ പലതവണയായിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഇത് പറഞ്ഞതുപോലെ തന്നെ ഹോർമുസ് അടയ്ക്കുന്നു, ചെങ്കടൽ അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനെ തീർത്തു എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഇറാൻ എത്രത്തോളം വലിയ ശക്തിയാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ അമേരിക്ക അടിച്ചെങ്കിൽ വരും മണിക്കൂറിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നു. അങ്ങനെയാണല്ലോ ഇപ്പോൾ സിറിയയും ഇറാഖും ആ ഒരു യുദ്ധത്തിന്റെ പട്ടികയിലേക്ക് വന്നത്. അത് മാത്രമല്ല, ഇനി ഹോർമോസിലെ കപ്പലുകൾക്ക് നേരെ ഇന്ന് ആക്രമണം നടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ പ്രത്യാക്രമണം എന്നതിനപ്പുറത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട മറ്റൊരു ഭയാനകമായ സാഹചര്യം മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് യുദ്ധം രൂക്ഷമായാൽ നമുക്ക് വെറുതെ എണ്ണവില കൂടുന്നു എന്ന് പറയുന്നതല്ല. ഈ ഇന്ധനം ലഭിക്കാത്തൊരു സാഹചര്യം വന്നാൽ, പമ്പുകളിൽ ഇന്ധനം തീർന്നാൽ, ജോലിക്ക് പോകാൻ കഴിയാതെ നമ്മൾ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, അപ്പുറത്തെ കടയിൽ ചെന്നാൽ ഭക്ഷണം കിട്ടാത്തൊരു അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ അരിയില്ലാത്തൊരു അവസ്ഥ വന്നാൽ, ഹോട്ടലിൽ ഫുഡില്ലാത്തൊരു അവസ്ഥ വന്നാൽ, ഇപ്പൊ നമുക്ക് എറണാകുളത്ത് ജീവിക്കുന്ന ആളുകൾ ഈ ഹോട്ടൽ ഭക്ഷണമാണ് മെയിനായിട്ട് കഴിക്കാറ്, അല്ലെ? യുദ്ധം വന്ന സമയത്ത് എത്ര ഹോട്ടലുകൾ അടച്ചു? ഞാനൊക്കെ ഭക്ഷണം ഇല്ലാതെ ഹോസ്റ്റലില് എത്ര ദിവസം ആളുകൾ ബുദ്ധിമുട്ടി, നമ്മളെല്ലാവരും ബുദ്ധിമുട്ടി. ഉച്ചയ്ക്ക് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്ഥിരമായി കഴിച്ചിരുന്ന വിഭവങ്ങൾ ഇല്ലാത്ത സാഹചര്യം, വളരെ പരിമിതമായ വിഭവങ്ങൾ മാത്രമായിട്ട് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ അപ്പൊ അത് വെറുതെ ഒരു ഹോട്ടൽ അടച്ചുപൂട്ടുന്നു, അല്ലെങ്കിൽ ഗ്യാസ് ഇല്ലാത്തതിനെ ഹോട്ടൽ അടച്ചുപൂട്ടുന്നു. ഒരു 10 തൊഴിലാളികൾ അവിടെ ഉണ്ടെന്ന് വെക്കുക, അവർക്ക് ജോലിയില്ലാത്ത സാഹചര്യം. ഇതിനെ ചുറ്റിപ്പറ്റി സ്വിഗ്ഗി, സൊമാറ്റോ തൊഴിലാളികളുണ്ട്, അവർക്ക് ഓർഡർ കിട്ടാത്ത, തൊഴിൽ കിട്ടാത്ത സാഹചര്യം. ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഒരു ദിവസം ഒരു ഹോട്ടലിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന, ഉപജീവനം നടത്തുന്ന 10-15 പേര് വെച്ച് കൂട്ടിയാൽ കൊച്ചി നഗരത്തിൽ മാത്രം എത്ര ഹോട്ടലുകളുണ്ട്? 1000-ന് മേലെ ഹോട്ടലുകൾ ഉണ്ടാവും. അത്രയും ഹോട്ടലുകളിൽ ഒരു 10-15,000-ഓളം പേര് തൊഴിലില്ലാതാവുകയാണ് യുദ്ധം കൊണ്ട്, ഒറ്റ ദിവസം ഒരു നഗരത്തിൽ മാത്രം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഏതൊക്കെ സെക്ടറുകളിൽ സംഭവിക്കും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇന്ധനവില കൂടും, വിലക്കയറ്റം ഉണ്ടാകും, സാധനങ്ങൾ കിട്ടാതാവും എന്ന് പറയുന്നതിന് വരെ ഇങ്ങനെ തിരിച്ചു ചിന്തിച്ചു നോക്കുക, അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഇവിടെ കിടന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഓശാന പാടുന്നവന്മാരെ പിടിച്ചിറക്കി ചെകിട്ടത്ത് 4 പൊട്ടിക്കാൻ തോന്നുന്നത്. ഈ അവസ്ഥ മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഇവന്മാരാണ്. എന്നിട്ട് ഇവിടെ കിടന്ന് വാഴ്ത്തുക. എന്ത് അമേരിക്ക എൻ്റെ ആത്മാവാണ്, എൻ്റെ രാജ്യമാണ്, ട്രംപ് എൻ്റെ അച്ഛനാണെന്നുള്ള രീതിയിലാണ് ഇവിടെ ഓരോരുത്തന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലാണ് അത്ര ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. അടിച്ച് ചെവിക്കല് വിളിക്കാൻ ആളില്ല എന്നിട്ടാണ് ഈ പറയുന്നവന്റെ. ഈ നാറിയവന്മാര് കാരണമാണ് ഈ ലോകം മുഴുവൻ ഇപ്പൊ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. വൈകാരികമായി തന്നെ നമ്മളൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഈ യുദ്ധം ഉണ്ടായത്, ജൂതൻ ഉറങ്ങണോ? എത്രേ
യൂതൻ ഉറങ്ങണമെങ്കിൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കണോ? ഇതാണ് ചോദ്യം. പറയുന്ന ഫുള്ള് കള്ളത്തരമാണ്. ട്രംപ് നുണ പറയുന്നു, മറ്റൊരു വർഗീയത പറയുന്നു, ഞങ്ങൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, ജൂതന് മാത്രം ഉറങ്ങിയാൽ മതി, ജൂതനെ മാത്രം ജീവിച്ചാൽ മതി എന്ന രീതിയിലൊക്കെ പറയുമ്പോഴേ അതിന് കൈയടിക്കുന്ന ഇവിടുത്തെ കുറെ വിഡ്ഢികളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം രേഷ്മ, ഇറാനെ പിടിച്ചു കെട്ടി ഇല്ലാതാക്കി ഇറാനെ ആക്രമിച്ച് അവസാനിപ്പിച്ച് അങ്ങ് എല്ലാം നേടാമെന്ന് കരുതുന്നവന്മാര് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, സമവായത്തിന്റെ ഭാഷയിലൂടെ അല്ലാതെ അക്രമത്തിന്റെ ഭാഷയിലൂടെ ഒരു തരത്തിലുള്ള ഒരു നേട്ടവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒന്നും നേടണമെന്ന ആഗ്രഹവുമില്ല, ഇറാൻ ആരുടെയും അംഗീകാരവും ആവശ്യമില്ല. അവരുടെ മനസ്സിൽ പ്രതികാരം മാത്രമാണ്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതരുതെന്ന് പറയും. അതേപോലെ പ്രതികാരത്തിനും രക്തസാക്ഷിത്വത്തിനും നിൽക്കുന്ന ആളുകളോട് നിങ്ങളെ ആക്രമിച്ച് തീർക്കും, നിങ്ങൾ ഞങ്ങളുടെ പരിധിയിൽ വരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം അല്ലെങ്കിൽ പ്രതികാരം കൂടുകയുള്ളൂ. അല്ലാതെ അവര് ഈ പറയുന്നതൊന്നും അനുസരിക്കാനോ സമവായത്തിലേക്ക് വരാനോ പോകുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ സമവായം തന്നെയാണ്, വിട്ടുകൊടുക്കലാണ്, കീഴടങ്ങലാണ്, പിന്തിരിയലാണ്. ഇതാണ് ട്രംപിന് ഇറാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.